എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി പ്രവേശന നടപടികൾ വിവിധ കോളേജുകൾ ആരംഭിച്ചു. അതുപോലെ തന്നെ ഫറൂഖ് ഓട്ടോണോമസ് കോളേജും ഈ ഒരു ഡിഗ്രി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. മെയ് 31 തീയതിയാണ് അവസാന തീയതി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, എന്താണ് ഓട്ടോണോമസ് കോളേജുകൾ, അതുപോലെ തന്നെ ഈ ഒരു കോളേജും ഗവൺമെൻറ് കോളേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഒരു ഓട്ടോണോമസ് കോളേജുകൾ കേരളത്തിൽ എത്രയുണ്ട്, അതുപോലെ തന്നെ ആ ഒരു കോളേജുകൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രിക്ക് വാല്യൂ ഉണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. കേരളത്തിൽ 19 ഓട്ടോണോമസ് കോളേജുകളാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ അതിൽ ഒന്ന് സർക്കാർ കോളേജാണ്, അതായത് മഹാരാജാസ് കോളേജ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു കോളേജ് ഒരു ഓട്ടോണോമസ് കോളേജാണ്. ഇനി ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ഗവൺമെൻറ് കോളേജും ഓട്ടോണോമസ് കോളേജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഗവൺമെൻറ് കോളേജ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്ന അഫിലിയേറ്റഡ് കോളേജുകളാണ് ഈ ഒരു ഗവൺമെൻറ് കോളേജും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോളേജുകളൊക്കെ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഓരോ യൂണിവേഴ്സിറ്റികൾക്കും പ്രത്യേക ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗൈഡ് ലൈൻസിന് കീഴിൽ വരുന്ന അത് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന കോളേജുകളാണ് ഈ ഒരു ഗവൺമെൻറ്, അതുപോലെ തന്നെ എയ്ഡഡ്, അതുപോലെ തന്നെ അൺഎയ്ഡഡ് കോളേജുകൾ വരുന്നത്, അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളും വരുന്നത്. അപ്പോൾ ഈ ഒരു അഫിലിയേറ്റഡ് കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ തന്നെയാണ് വരുന്നത് എങ്കിലും ഈ ഒരു അഫിലിയേറ്റഡ് കോളേജുകൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു അതായത് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ, അതായത് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പൂർണ്ണമായിട്ടും യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന കോളേജുകളാണ്. അതായത് ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ സ്വയം ഭരണാധികാരമുള്ള കോളേജുകൾ, അതായത് യൂണിവേഴ്സിറ്റിയുടെ ഗൈഡ് ലൈനിൽ പ്രവർത്തിക്കാത്ത കോളേജുകളാണ്. ഇവർക്ക് സ്വന്തമായിട്ട് ഈ ഒരു ഓട്ടോണോമസ് കോളേജുകൾക്ക് സ്വന്തമായിട്ട് തന്നെ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എപ്പോഴാണ് പരീക്ഷ നടത്തേണ്ടത്, കോഴ്സിൻ്റെ സിലബസ്, അതുപോലെ തന്നെ കോഴ്സ് ഏതൊക്കെ കോഴ്സുകളാണ് നടത്തേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ കോഴ്സിൻ്റെ കരിക്കുലം, അതുപോലെ തന്നെ എക്സാം എപ്പോഴാണ് നടത്തേണ്ടത്, അതുപോലെയുള്ള അതായത് ഈ ഒരു എക്സാം എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ എക്സാമിൻ്റെ വാല്യുവേഷനൊക്കെ അതായത് കോളേജുകൾ വെച്ചിട്ടാണ് നടത്തുന്നത്. അതുപോലെ തന്നെ എക്സാമിൻ്റെ വാല്യുവേഷനൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ റിസൾട്ടും ഒക്കെ പബ്ലിഷ് ചെയ്യും. ഈ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിനും അതുപോലെ എക്സാം നടത്തുന്നതിനൊക്കെ ഈ ഒരു കാലതാമസമൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ഓട്ടോണോമസ് കോളേജുകൾ വഴി നല്ലൊരു കോഴ്സ് തന്നെ പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓട്ടോണോമസ് കോളേജുകൾ വഴി ലഭിക്കുന്ന ഡിഗ്രി വാലിഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോണോമസ് കോളേജുകൾ ഈ ഒരു രീതിയിൽ അവർക്ക് സ്വന്തമായിട്ട് ഈ ഒരു ഡേ ടു ഡേ ആ ഒരു വർക്കുകളിലുള്ള ആ ഒരു സ്വയം ഭരണമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എക്സാമിനേഷനും അതുപോലെ കണ്ടക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു വാല്യുവേഷൻ ഇതൊക്കെ, അതുപോലെ തന്നെ എക്സാം സിലബസുകൾ, അതുപോലെ തന്നെ ഏത് സിലബസാണ് ഓരോ കോഴ്സുകൾക്കും പഠിപ്പിക്കേണ്ടത്, അതുപോലെ ഏത് കോഴ്സുകളൊക്കെ നടത്തണം എന്നിങ്ങനെ നിരവധി ആയിട്ടുള്ള അധികാരങ്ങൾ ഈ ഒരു ഓട്ടോണോമസ് കോളേജുകൾക്കുണ്ട്. അപ്പോൾ നിരവധി അംഗീകാരം നേടിയിട്ടുള്ള കോളേജുകൾക്കാണ് UGC അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ഈ ഒരു ഓട്ടോണോമസ് പദവി അതായത് സ്വയം ഭരണാധികാരം നൽകുന്നത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ഈ ഒരു രീതിയിൽ ഓട്ടോണോമസ് പദവി നൽകിയിട്ടുള്ള കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടേതായിരിക്കും. കേരളത്തിൽ നിലവിൽ ഈ ഒരു ഓട്ടോണോമസ് കോളേജുകൾ ഈ ഒരു 3 യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് വരുന്നത്. ഒന്ന് കേരള, അതുപോലെ കാലിക്കറ്റ്, അതുപോലെ തന്നെ കുസാറ്റ് എന്നിവയ്ക്ക് കീഴിലാണ് ഓട്ടോണോമസ് കോളേജുകൾ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഡിഗ്രി പഠിക്കുമ്പോൾ അതായത് ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റുകൾ യൂണിവേഴ്സിറ്റി ആയിരിക്കും തരിക. അതുപോലെ തന്നെ നിങ്ങൾ ഡിഗ്രി ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റി എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്ന അതേ രീതിയിലുള്ള സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുക. ഈ ഒരു വാല്യുവേഷനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു ഓട്ടോണോമസ് കോളേജിലാണ് നടത്തുന്നതെങ്കിൽ കൂടി ആ ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അതായത് TC ഒക്കെ നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയാണ് തരിക. അപ്പോൾ
കേരളത്തിൽ ഏതൊക്കെയാണ് ഓട്ടോണോമസ് കോളേജുകൾ ഉള്ളത് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഓരോ ഓട്ടോണോമസ് കോളേജിലേക്കും നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ഓട്ടോണോമസ് കോളേജിലേക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴിയുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പങ്കെടുത്താൽ അതായത് അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോണോമസ് കോളേജിലേക്ക് പ്രവേശനം ലഭിക്കുന്നതല്ല. അതത് ഓട്ടോണോമസ് കോളേജുകളുടെ വെബ്സൈറ്റ് വഴിയാണ് ആ ഒരു കോളേജുകളിലേക്ക് പ്രവേശനം നടത്തപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ 19 ഓട്ടോണോമസ് കോളേജുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഫാത്തിമ മാതാ നാഷണൽ കോളേജ് കൊല്ലമാണ്. രണ്ടാമത്തേത് ST ബെഞ്ചമിൻസ് കോളേജ് ചങ്ങനാശ്ശേരി. അതുപോലെ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് കളമശ്ശേരി എറണാകുളം. അതുപോലെ സാക്രഡ് ഹേർട്ട് കോളേജ് എറണാകുളം. അതുപോലെ അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി. അതുപോലെ തന്നെ CMS കോളേജ് കോട്ടയം. ST ആൽബർട്ട്സ് കോളേജ് എറണാകുളം. ST ജോസഫ്സ് കോളേജ് ഇരിങ്ങാലക്കുട. അതുപോലെ തന്നെ മാർ ഇവാലോനിയസ് കോളേജ് നാലാഞ്ചിറ. മഹാരാജാസ് കോളേജ് എറണാകുളം. ST തെരാസാസ് കോളേജ് എറണാകുളം. അതുപോലെ മാർ അത്തനാസ്യസ് കോളേജ് കോതമംഗലം. അതുപോലെ തന്നെ മരിയം കോളേജ് കുറ്റിക്കാനം. അതുപോലെ ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട. ST തോമസ് കോളേജ് തൃശ്ശൂർ. MES മാമ്പാട് കോളേജ് മലപ്പുറം. അതുപോലെ ഫറൂഖ് കോളേജ് കോഴിക്കോട്. ST ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട്. വിമല കോളേജ് തൃശ്ശൂർ. അപ്പോൾ ഇത്രയും കോളേജുകളാണ് ഉള്ളത്. അപ്പോൾ നിലവിൽ ഫറൂഖ് കോളേജും അതുപോലെ ബാക്കിയുള്ള കോളേജൊക്കെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോണോമസ് കോളേജുകൾ വഴി പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓട്ടോണോമസ് കോളേജിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണം. അതേസമയം നിങ്ങൾക്ക് ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി, അത് കേരള, അതുപോലെ കണ്ണൂർ, അതുപോലെ തന്നെ കാലിക്കറ്റ്, കുസാറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ വഴി അപേക്ഷ സമർപ്പിക്കണം. നിലവിൽ ഫറൂഖ് കോളേജും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു കുസാറ്റും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയും അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.